എല്ലാ ഭക്ഷ്യ വസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും വില അടുത്തയാഴ്ച കുറയാനായിട്ട് സാധ്യത. സിമന്റ് വില കുറയ്ക്കുന്നതും അടുത്തയാഴ്ച ചേരുന്ന GST കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. ലൈഫ് ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനുമുള്ള GST എടുത്തു കളയാനും സാധ്യതയുണ്ട്. ദീപാവലിക്ക് മുൻപ് തന്നെ GST നിരക്കുകളിൽ വൻ ഇളവ് പ്രതീക്ഷിക്കാം. ഇതാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ GSTയിലെ അനിശ്ചിതത്വം അത് ഉത്സവ വിപണിയെ ബാധിച്ചുവെന്നാണ് ധനമന്ത്രാലയം വിലയിരുത്തുന്നത്. ഉപഭോക്താക്കൾ വിലക്കുറവിനായിട്ട് കാത്തിരിക്കുന്ന സാഹചര്യം ഈ സമയത്ത് വിപണിയെ ബാധിക്കും. അതിനാൽ GST നിരക്കുകൾ 5, 18 എന്നീ 2 സ്ലാബുകളിലായി ചുരുക്കാനുള്ള നിർദ്ദേശം സെപ്റ്റംബർ 3, 4 തീയതികളിൽ നടക്കുന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. നിരക്കുകളിലെ മാറ്റം അടുത്തയാഴ്ച തന്നെ പ്രഖ്യാപിക്കാനാണ് ആലോചന. നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് GST ഇല്ല. പാക്കറ്റിലാക്കിയ ഭക്ഷണ സാമഗ്രികൾക്ക് എന്നാൽ 5%, 12% GST ഈടാക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ 5% ഏകീകരിച്ചേക്കും. തുണിത്തരങ്ങൾക്ക് പല സ്ലാബിലാണ് GST നിലവിൽ ഈടാക്കുന്നത്. 1000 രൂപയ്ക്ക് മുകളിലാണ് വിലയെങ്കിൽ 12% GST. ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുടെ GSTയും 5% ഏകീകരിച്ചേക്കും. സിമെന്റിന് 28% GST എന്നത് 18% കുറച്ചേക്കും. ചെറിയ കാറുകളുടെ GST 28 നിന്ന് 18% SUV-കളടക്കം വലിയ കാറുകൾക്ക് 50 നിന്ന് 40% എന്ന ഏകീകൃത നിരക്ക് ഈടാക്കാനാണ് ആലോചന. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയുടെ 18% GST പൂർണ്ണമായിട്ടും എടുത്തു കളയണം എന്ന നിർദ്ദേശവും കൗൺസിലിന് മുമ്പാകെയുണ്ട്. ഉത്സവ സീസണിൽ കൂടുതൽ വിൽക്കുന്നവയുടെ GST നിരക്കുകളാകും ഇപ്പോൾ ചർച്ച ചെയ്യുക. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. Please subscribe our channel.